ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഇറാനി പോളയാണ്. റമദാനിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഒരു 100 ഗ്രാം ചിക്കൻ ഉണ്ടാവും. അത് ചെറിയ കഷ്ണങ്ങളാക്കി നോർമൽ മസാല തേക്കൂല നമ്മൾ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കനാണ്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടച്ച് വെച്ച് ഫ്രൈ ചെയ്യാം. പിന്നെ തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ട് നമ്മൾ സാധാ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഇത് വേണമെങ്കിൽ അങ്ങനെയും ചിക്കൻ വേവിച്ചെടുക്കാം. പക്ഷേ ഇറാനി പോളക്ക് സ്പെഷ്യലായിട്ട് എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് മാറ്റി വെക്കുക. അതേ പാനിൽ തന്നെയാണ് നമ്മൾ ഇറാനി പോളയുടെ മസാലയും തയ്യാറാക്കുന്നത്. ഇത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി പിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാം. പിന്നെ 2 മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി കൊത്തിയരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നാക്കി വഴറ്റിയെടുക്കുക. അടച്ച് വെച്ച് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായി അരിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ ഉള്ളിക്കൊരു മഞ്ഞ കളറുണ്ടാവും. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ സവാള വഴറ്റിയത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, അതേ അളവിൽ 3/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. വേറെ സ്പൈസസ് ഒന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഞാനിപ്പോൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് പിച്ചിയെടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയില, ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. ഇനി ഈ മസാല മാറ്റി വെക്കുക. ശേഷം ഒരു മിക്സിയിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാനാണ് കേട്ടോ. ഒരു മൈദയുടെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനാണ്. 1 കപ്പ് മൈദയും 2 മുട്ടയും, പിന്നെ 1 കപ്പ് പാല്, 1 കപ്പ് പ്ലസ് 2-3 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കുരുമുളക് പൊടി ചേർത്താൽ, എന്തായാലും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇനി അതേ പാനിൽ ഞാൻ ഫില്ലിംഗ് ഉണ്ടാക്കി അതേ പാൻ തന്നെ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത ബാറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുക. ഇനി ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അടിയിലൊരു പഴയ പാന് വെക്കാൻ മറക്കരുത്. ഇനി 5 മിനിറ്റ് വെന്ത് വന്നതിന് ശേഷം, കുക്കായിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയ തീയിലും ബാക്കി മസാല വെച്ച് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല വെച്ച് കൊടുക്കും. അതിൻ്റെ സൈഡിൽ ഭാഗത്തേക്കൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ. അവിടെ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കവറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കി പകുതി മാവുണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ച ആ മാവ് ഫുള്ള് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 കറിവേപ്പിലേൻ്റെ തണ്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം, തക്കാളി ഇതൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു തക്കാളി 3 കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 25 മിനിറ്റ്
കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പാനിലേക്ക് തിരിച്ചു കൊടുക്കുക. സ്ക്വയർ വെച്ച് കുത്തി നോക്കുമ്പോൾ അത് ക്ലീനായിട്ട് വരണം. എന്നിട്ട് മറ്റൊരു പാനിലേക്ക് കമഴ്ത്തി 5 മിനിറ്റ് അങ്ങനെയും വേവിച്ച് തിരിച്ചെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.